ഇനി അവർ തലകുനിച്ച് ഇറങ്ങിപ്പോകും. നീ നിൻ്റെ സ്ഥാനത്തേക്ക് തല നിവർത്തി കയറി വരും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്ന പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമനെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ രാത്രിയിലും പ്രാർത്ഥനയോടെ നിനക്ക് വേണ്ടി സഹോദര സഹോദരി നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുവാൻ പറഞ്ഞ ആലോചന, അവിടെ നിന്നേ നിന്നെ ഒഴിവാക്കിയിട്ട് ചില സ്ഥാനങ്ങളിൽ കയറി നെളിഞ്ഞിരിക്കുന്ന നിവർന്ന് നിൽക്കുന്ന ചിലരുണ്ടല്ലോ. അയ്യോ പാസ്റ്റർ, ഞാനൊന്നും ചെയ്തില്ല, ഒരു തെറ്റും ചെയ്തില്ല. ശരിയാ, നീ ഒന്നും ചെയ്തില്ല, എന്നിട്ടും നീ മാറ്റി നിർത്തപ്പെടുന്നു, ഒഴിവാക്കപ്പെടുന്നു ആ ജോലി സ്ഥലത്ത് നിന്ന്. സഹോദരി, നീ ആർക്കും ഒരു ഉപദ്രവവും ചെയ്തില്ല, എന്നിട്ടും മാറ്റി നിർത്തപ്പെടുന്നു, തഴയപ്പെടുന്നു. അവസരങ്ങളുടെ വാതിലുകൾ നിനക്ക് മുമ്പിൽ അടയപ്പെടുന്നു. ചിലർ മനഃപൂർവ്വമായി അടച്ചു കളയുന്നു. നിൻ്റെ സ്ഥാനത്തെ നഷ്ടപ്പെടുത്തി കളയുവാൻ ഒരു ജോലിക്കാരനെന്ന ആ സ്ഥാപനത്തിൽ ഉയർന്നു വരേണ്ട, അതെ, ആ ജോലിക്കാരനെന്ന സ്ഥാനത്തെ നഷ്ടപ്പെടുത്തുവാൻ, ഭാര്യ എന്ന സ്ഥാനത്തെ നഷ്ടപ്പെടുത്തുവാൻ, ഭർത്താവെന്ന സ്ഥാനത്തെ നഷ്ടപ്പെടുത്തുവാൻ, മകനെന്ന മകളെന്ന നിൻ്റെ സ്ഥാനം, നിൻ്റെ അവകാശത്തോടുകൂടെ നഷ്ടപ്പെടുത്തി കളയുവാൻ ഒരു ഭക്തനെന്ന നിലയിൽ നീ പ്രാപിക്കേണ്ടത് പ്രാപിക്കുവാൻ അനുവദിക്കത്തില്ല എന്ന് ആ സ്ഥാനത്തെ, ദൈവത്തിൻ്റെ പ്രിയ മകനെന്ന മകളെന്ന സ്ഥാനത്തെ നഷ്ടപ്പെടുത്തി കളയുവാൻ ശ്രമിച്ച് നഷ്ടപ്പെട്ടു ആണേ. പലരും നഷ്ടപ്പെടലിൻ്റെ വക്കിലാണ്. അവിടെ നിന്നെ കർത്താവ് മടക്കി വരുത്തും. അവർ തലകുനിച്ച് പടിയിറങ്ങും. നീ കരഞ്ഞുകൊണ്ട് ഇറങ്ങിയ പടികൾ നീ തിരികെ കയറുവാൻ പോകുക ചിരിച്ചുകൊണ്ട്. താങ്ക് ലോർഡ്. യെസ്, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. സഹോദര, എവിടെ നിന്നാണോ നീ ഇറക്കിവിടപ്പെട്ടത്, എവിടെയാണോ നീ തഴയപ്പെട്ടത്, എവിടെയാണോ നീ ഒഴിവാക്കപ്പെട്ടത്, അവിടേക്ക് തല നിവർത്തി ചിരിയോടെ നീ തിരികെ നടന്ന് കയറുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ദൂതിന് അടിസ്ഥാനമായിരിക്കുന്ന വാക്യം നിങ്ങൾക്ക് മുൻപിൽ വച്ച് മുൻപോട്ട് പോകുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. എസ്തേറിൻ്റെ പുസ്തകം 6-ാം അധ്യായം 12-ാമത്തെ വാക്യം. അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: മൊർദെഖായി രാജാവിൻ്റെ വാതിൽക്കൽ മടങ്ങി വന്നു. ഹാമാനോ ദുഃഖിതനായി തലയും മൂടിക്കൊണ്ട് വേഗത്തിൽ വീട്ടിലേക്ക് പോയി. നോക്കൂ, എസ്തേറിൻ്റെ പുസ്തകം, ആ പുസ്തകത്തിലെ പ്രതിവാദ്യ വിഷയങ്ങളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന സംഭവങ്ങളിലൊന്ന് മൊർദെഖായി എന്ന യഹൂദൻ ഭക്തൻ രാജാവിൻ്റെ വാതിൽക്കലായിരിക്കുന്നു. ഞാനിങ്ങനെ പറയുവാൻ ഇഷ്ടപ്പെടുന്നു. രാജാവിൻ്റെ വാതിൽക്കൽ, കൊട്ടാരത്തിൻ്റെ വാതിൽക്കൽ അവനൊരു സ്ഥാനമുണ്ടായിരുന്നു. ആ സ്ഥാനം ഇഷ്ടപ്പെടാതെ പോയ ഒരുവൻ ഹാമാൻ, പദവി കൊണ്ട്, പേരുകൊണ്ട്, പെരുമ കൊണ്ട് മൊർദെഖായിയേക്കാൾ വലിയവൻ, അധികാരസ്ഥാനങ്ങളിൽ പിടിപാടുള്ളവൻ, രാജാവിനെ കൺട്രോൾ ചെയ്യിപ്പിക്കുവാൻ കഴിവുള്ളവൻ. അത് തന്നെ. ആമേൻ. ചിലരൊക്കെ നിൻ്റെ യാത്രയെ ഇപ്പോൾ ആഘോഷിക്കുന്നത്, അവർ വിചാരിക്കുന്നത് പോലെ നീ ഓടിപ്പോകേണ്ടി വരുന്നത് അവർക്ക് അധികാര കേന്ദ്രങ്ങളെ കൺട്രോൾ ചെയ്യുവാൻ കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെ. അവർ വിചാരിച്ചാൽ നിനക്കവിടെ ജോലി ചെയ്യുവാൻ കഴിയത്തില്ല. അവർ വിചാരിച്ചാൽ നിനക്കവിടെ തുടരുവാൻ കഴിയത്തില്ല. എപ്പോൾ വേണമെങ്കിലും ടെർമിനേഷൻ ലെറ്റർ കിട്ടാം, എപ്പോൾ വേണമെങ്കിലും അവിടെ നിന്ന് പുറത്താക്കപ്പെടാം, എപ്പോൾ വേണമെങ്കിലും ഡ്യൂട്ടികൾ തടഞ്ഞു വയ്ക്കപ്പെടാം, എപ്പോൾ വേണമെങ്കിലും സാലറി പെൻഡിങ് ആകാം, എപ്പോൾ വേണമെങ്കിലും പ്രൊമോഷൻ തടയപ്പെടാം, എപ്പോൾ വേണമെങ്കിലും പുറത്താക്കപ്പെടാം. ആണേ, ആമേൻ. അങ്ങനെ ഒരുവൻ, അതാണ് ഹാമാൻ. നിൻ്റെ കുടുംബത്തിനകത്ത് പ്രശ്നം ഉണ്ടാക്കുന്ന, ആമേൻ, നിൻ്റെ വാക്കുകളെക്കാൾ ഭർത്താവിൻ്റെ ജീവിതത്തിൽ സ്വാധീനമുള്ള വാക്കുകളുള്ളവർ, അവർ പറഞ്ഞാൽ ഭർത്താവ് കേൾക്കും. നിൻ്റെ വാക്കിന് 2-ാം സ്ഥാനമേ ഉള്ളൂ. അതാണ് സങ്കടം. നീ നിൻ്റെ ജീവിതം മുഴുവൻ അവന് വേണ്ടി മാറ്റി വയ്ക്കുമ്പോൾ നിൻ്റെ വാക്കുകൾക്ക് 2-ാം സ്ഥാനം. അങ്ങനെ ഭാരപ്പെടുന്ന ചിലർ കേൾക്കുന്നുണ്ട്. കേൾക്ക്, നിനക്കും നിൻ്റെ വാക്കുകൾക്കും നിൻ്റെ ഭവനത്തിനകത്ത് നിൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ സഹോദരി, എൻ്റെ ദൈവം പ്രഥമ സ്ഥാനം നൽകി നിന്നെ മാനിക്കുവാൻ പോകുന്നു. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് മക്കളെ കേൾക്ക്. നിങ്ങളുടെ വാക്കുകൾക്ക് പ്രഥമ സ്ഥാനം നൽകി ആ കൂട്ടത്തിന് മധ്യത്തിൽ, അയ്യോ പാസ്റ്റർ, അവരുടെ മധ്യത്തിൽ ഞങ്ങളുടെ വാക്കുകൾക്ക് യാതൊരു വിലയുമില്ല, ഞങ്ങൾ പരിഹസിക്കപ്പെടുന്നുണ്ട്, ടീച്ചേഴ്സ് ഞങ്ങളെ പരിഹസിക്കുന്നു, കൂടെയുള്ള കുട്ടികൾ ഞങ്ങളെ പരിഹസിക്കുന്നു, കൂടെ ജോലി ചെയ്യുന്നവർ കൊളീഗ് ഞങ്ങളെ പരിഹസിക്കുന്നു, റൂംമേറ്റ്സ് ഞങ്ങളെ പരിഹസിക്കുന്നു, അവർ ഞങ്ങളെ ഉൾക്കൊള്ളുന്നില്ല, ഞങ്ങൾ പറയുന്നതൊന്നും അവർ അംഗീകരിക്കുന്നില്ല, അവഗണിക്കുന്നു, അവഗണന. അങ്ങനെ പലയിടങ്ങളിൽ നിന്ന് തലതാഴ്ത്തി ഇറങ്ങിപ്പോരുന്ന മകളെക്കുറിച്ചോർത്ത്, മകനെക്കുറിച്ചോർത്ത് വ്യാകുലതയോടെ ഇരിക്കുന്ന മാതാവെ കേൾക്ക്.
നിൻ്റെ തലമുറയുടെ തലകുനിയലിന് കാരണമായവരുടെ തല കുനിപ്പിച്ച് നിൻ്റെ തലമുറകളെ എൻ്റെ ദൈവം തല നിവർത്തുമാറാക്കും. എവിടെ നിന്നൊക്കെ നിൻ്റെ മക്കൾ മാറ്റി നിർത്തപ്പെട്ടുവോ, ഏതൊക്കെ മേഖലകളിൽ നിന്ന്, ഏതൊക്കെ വേദികളിൽ നിന്ന്, എവിടെ നിന്നൊക്കെ അവർ മാറ്റി നിർത്തപ്പെട്ടുവോ അവിടെയൊക്കെ പ്രഥമ സ്ഥാനം നൽകി എൻ്റെ ദൈവം നിൻ്റെ തലമുറകളെ അനുഗ്രഹിക്കുവാൻ പോകുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങ്. ഷേഖേനെ ഇന്നലകളിൽ അവരെ തല കുനിപ്പിച്ചിറക്കി വിട്ട് അവർ നിൽക്കേണ്ട സ്ഥാനങ്ങളിലേക്ക് കയറി വന്ന ചിലർ തല മൂടിക്കൊണ്ട് തല കുനിച്ച് ഇറങ്ങിപ്പോവുക. ഓ ഷബാറി ദലമാ ഷെഖനെ യേശുവിൻ നാമത്തിൽ നീ പ്രൈസ് ഫാമിലിക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വൃഥാവാകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. എവിടെയൊക്കെ നീ നിൻ്റെ തലമുറകളെ കുറിച്ച് കേട്ട് അവരെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് കേട്ട് ചങ്ക് പൊട്ടി തല കുനിച്ച് നീ കടന്നു വന്നുവോ അവിടെയൊക്കെ തല നിവർത്തി നിൻ്റെ മക്കളെക്കുറിച്ച് അഭിമാനത്തോടെ പറയുന്ന നിലവാരത്തിലേക്ക് എൻ്റെ ദൈവം കൊണ്ടുചെന്ന് നിർത്തുവാൻ പോകുന്നു. ഷബാറി ധലമാ ഷെഖനെ അമ്മേൻ സ്തോത്രം. നോക്കൂ, അപ്പോൾ മൊർദെഖായിക്ക് ആ കൊട്ടാരത്തിൻ്റെ വാതിൽക്കലൊരു സ്ഥാനമുണ്ടായിരുന്നു. അമേൻ. ആ സ്ഥാനം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ആ സ്ഥാനത്തിൽ നിന്ന് മൊർദെഖായി പടിയടച്ചു പിണ്ടം വയ്ക്കപ്പെട്ടു എന്ന് പറയാം. അട്ടിയിറക്കപ്പെട്ടു, ഓടിക്കപ്പെട്ടു. മൊർദെഖായി മാത്രമല്ല പ്രശ്നത്തിലായത്, മൊർദെഖായി മുഖാന്തരം സകല യഹൂദന്മാരും ബാബേൽ സംസ്ഥാനത്തിലെങ്ങും ചിതറിപ്പാർക്കുന്ന സകലരും പ്രശ്നത്തിലായി. എല്ലാവരും പ്രശ്നത്തിലായി. വലിയ പ്രശ്നം. നീ മുഖാന്തരം നിൻ്റെ വീട്ടുകാർക്ക് കഷ്ടം, നിൻ്റെ പ്രിയപ്പെട്ടവർക്ക് പ്രശ്നം, എല്ലാവരും വലിയ പ്രശ്നത്തിലാകുവാൻ കാരണമായവൻ, നിങ്ങൾ പ്രശ്നത്തിലാകുവാൻ കാരണമായവൾ ഇപ്പോഴും അങ്ങനെ തല നിവർത്തി വലിയ ആളെന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നുണ്ട്. നോക്ക്, നിനക്ക് മുൻപിലൂടെ നീ തല നിവർത്തി തിരികെ ആ സ്ഥാനത്തേക്ക് കടക്കുമ്പോൾ, സഹോദരി, നിൻ്റെ ഭാര്യ എന്ന സ്ഥാനത്തെ നഷ്ടപ്പെടുത്തുവാൻ നോക്കുന്നവൾ തല കുനിച്ച് പടിയിറങ്ങുന്നത് നീ കാണുവാൻ പോകുക. യസ് റാഥാമ ഷെഖനെ. സഹോദര, നിൻ്റെ ഭർത്താവ് എന്ന സ്ഥാനത്തെ നഷ്ടപ്പെടുത്തുവാൻ നോക്കുന്നവൾ തല നിവർത്തി നീ നടന്നു കയറുന്നത് കണ്ട്, ആ സ്ഥാനത്തേക്ക്, ഭർത്താവ് എന്ന സ്ഥാനത്തേക്ക് നീ നടന്നു കയറുന്നത് കണ്ട് തല കുനിച്ചു മടങ്ങുവാൻ പോകുക. റെഡി ആയിക്കോ. ഷബാറി ധലമാ ഷെഖനെ. അമേൻ. നിങ്ങളൊരു പക്ഷേ ചോദിക്കും, പാസ്റ്റർ എന്ത് മാജിക്കാണോ ഇതിന് പിന്നിൽ? മാജിക് മറ്റൊന്നുമല്ല. 4 അധ്യായം വായിക്കുമ്പോൾ നിങ്ങൾക്കവിടെ കാണുവാനായിട്ട് കഴിയും. പ്രാർത്ഥിക്കുന്ന മൊർദെഖായി, ഉപവസിക്കുന്ന മൊർദെഖായി. എന്നെ കേൾക്കുന്ന സഹോദര, സഹോദരി, നീ നായിരിക്കുന്ന സാഹചര്യം തിരിച്ചറിഞ്ഞ് നഷ്ടപ്പെട്ട സ്ഥാനത്തെക്കുറിച്ച്, നഷ്ടപ്പെട്ട പദവിയെക്കുറിച്ച്, നഷ്ടപ്പെട്ടു പോയ നന്മകളെക്കുറിച്ച് വിലപിക്കുന്നത് നിർത്തി ഉപവസിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമെങ്കിൽ ഒരു മടങ്ങിവരവ് എൻ്റെ ദൈവം നിശ്ചയമായും നിനക്കൊരുക്കി തരും. ഇനിയും തൊഴിലില്ലാത്തവനായി നീ തുടരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇനിയും മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിച്ച് ഇന്നലകളിൽ ഉണ്ടായിരുന്ന നഷ്ടപ്പെട്ട പേരിനെക്കുറിച്ചോർത്ത്, പദവിയെക്കുറിച്ചോർത്ത്, വരുമാന മാർഗങ്ങളെക്കുറിച്ചോർത്ത് തലകുനിച്ചായിരിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ആ നന്മയുടെ നല്ല സീസണിലേക്ക് എൻ്റെ ദൈവം നിൻ്റെ തല നിവർത്തി തിരികെ നടക്കുമാറാക്കും. യെസ്, നിനക്കൊരു മടങ്ങി വരവുണ്ട്. ഓ ഷബാറി ഫലമാ ഷെഖനെ. സഹോദര, സഹോദരി, നിൻ്റെ ബിസിനസ്സിനൊരു മടങ്ങി വരവുണ്ട്. എവിടെ നിന്നാണോ നിൻ്റെ ബിസിനസ് വാനിഷായി പോയത്, ആ അവസ്ഥയാണ് ഇപ്പോൾ ഇല്ല. അമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്ന ആ ബിസിനസ് ഇപ്പോൾ ഇല്ല. പക്ഷേ ആ ഒരു പൊസിഷൻ, നിൻ്റെ ബിസിനസ്സായിരുന്ന ഒരു സ്ഥാനം, അവിടേക്ക് ഒരു തിരികെ വരവ്, മടങ്ങി വരവ് എൻ്റെ ദൈവം ഒരുക്കുവാൻ പോകുന്നു. ഷബാറി ധലമാ ഷെഖനെ. നിന്നെ ഒഴിവാക്കിയവർ, നിൻ്റെ ബിസിനസ്സിനെ തകർത്തവർ, നിൻ്റെ ശുശ്രൂഷയെ തകർത്തവർ, നിൻ്റെ ആത്മീയ ജീവിതത്തെ, നിൻ്റെ ഭൗതിക ജീവിതത്തെ, നിൻ്റെ നന്മകളെ, നിൻ്റെ സന്തോഷങ്ങളെ തകർത്തവർ പടിയിറങ്ങുന്നത് കാണുവാൻ റെഡിയായിക്കോ. ഷബാറി ധലമാ ഷെഖനെ. ഉപവസിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ റെഡിയാണോ? ആ സ്ഥാനം നഷ്ടപ്പെട്ടു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നിന്നെ അവിടേക്ക് എൻ്റെ ദൈവം മടക്കി വരുത്തും. സന്തോഷത്തോടെ, ചിരിയോടെ ആ മടങ്ങി വരവ് നീ പ്രൈസ് ഫാമിലിക്കൊപ്പം ആഘോഷിക്കുവാൻ പോകുക. റെഡിയാണോ? ചേർന്ന് ഉപവസിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ. നിൻ്റേത് മാത്രമായ മടങ്ങി വരവെന്ന വിഷയത്തിന് വേണ്ടി നിനക്കൊരു മടങ്ങി വരവ് ആവശ്യമാണ്. ഇങ്ങനെ തുടർന്നാൽ പറ്റത്തില്ല. ഞാൻ ഇവിടെ നിന്ന് ഒഴിവാക്കപ്പെട്ടുവോ, ഇവിടെ നിന്ന് പുറത്താക്കപ്പെട്ടുവോ, ഇവിടെ നിന്ന് പുറന്തള്ളപ്പെട്ടുവോ, എവിടെയാണോ എൻ്റെ സന്തോഷങ്ങളെല്ലാം നഷ്ടപ്പെടുത്തി ഞാൻ ഒളിക്കേണ്ടി വന്നത്, എവിടെയാണോ എൻ്റെ നന്മകൾ കവരപ്പെട്ടത്, അവിടേക്ക് എനിക്കൊരു മടങ്ങി വരവ്, നന്മകളോടുള്ള ഒരു മടങ്ങി വരവ്, അനുഗ്രഹത്തോടെയുള്ള ഒരു മടങ്ങി വരവ്, തല നിവർത്തിയുള്ള ഒരു മടങ്ങി വരവ് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തു. നിൻ്റേത് മാത്രമായ വിഷയത്തിന് വേണ്ടി ഒരു ഉപവാസം ക്രമീകരിക്കുവാൻ. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും പ്രൈസ് ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനുള്ള അവസരമുണ്ട്. കൂടുതൽ വിവരങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ അറിയിക്കാം. രാവിലെ 7:30-ക്കും 8:30-ക്കും ഇടയ്ക്കുള്ള സമയത്ത് നമ്മുടെ ശുഭയാത്ര യേശുവിലൂടെ യേശുവിലേക്ക് എന്ന വചന പരമ്പരയുണ്ട്.
ഓർക്കുക, ജോയിൻ ചെയ്യുക. വളരെ ബ്ലെസ്സിങ് ആണ്. വൈകുന്നേരം 7:30 8:30 ഇടയ്ക്കുള്ള സമയത്ത് മധ്യസ്ഥ പ്രാർത്ഥനയും വചന ശുശ്രൂഷയുമുണ്ട്. സിസ്റ്റർ ബിജി ലീഡ് ചെയ്യുന്നു. ജോയിൻ ചെയ്ത് നോക്കുക. വളരെ അനുഗ്രഹമായിരിക്കും. വെള്ളിയും ഞായറും സഭയുടെ മീറ്റിങ്ങുകളാണ്. വെള്ളിയാഴ്ച രാവിലെ 11:30 മണി മുതൽ ഉപവാസം, ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞായറാഴ്ച സഭയുടെ മീറ്റിംഗ് തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച് വൈകുന്നേരം 3 മണി മുതൽ കാട്ടക്കടയ്ക്ക് സമീപം കുറ്റമ്പള്ളിക്കടുത്ത് 2ാമത്തെ സെക്ഷൻ മീറ്റിംഗ്. നിങ്ങൾക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, കർത്താവിൻ്റെ വേലയിൽ മുൻപോട്ട് വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തിട്ട് കടന്നു വരിക. കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, തന്ന നല്ല ആലോചനയ്ക്കായി സ്തുതിക്കുന്നു. ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവേ, ഒഴിവാക്കപ്പെട്ട വേദന മുഖാന്തരം, തഴയപ്പെട്ട, മാറ്റി നിർത്തപ്പെട്ട അനുഭവങ്ങളെ പ്രതി കരഞ്ഞും നിരാശപ്പെട്ടും വേദനപ്പെട്ടുമായിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇവർക്കൊരു മടങ്ങി വരവുണ്ടാകട്ടെ. നല്ല ജോലിക്കാരനായി, വരുമാനമുള്ളവനായി, ഇന്നലകളിലെ സന്തോഷം ഇന്നലകളെക്കാൾ അനുഭവിക്കുവാൻ പ്രാപ്തിയുള്ളവനായി മടങ്ങി വരട്ടെ. ഇവരെ ഇറക്കിവിട്ടവർ ആഭിചാരങ്ങളിലൂടെ, ക്ഷുദ്രപ്രയോഗങ്ങളിലൂടെ, മന്ത്രതന്ത്രങ്ങളിലൂടെ ഇവരുടെ സന്തോഷങ്ങളിൽ നിന്ന് ഇവരെ ആട്ടി ഓടിച്ചവരെ പുറത്താക്കി ഇവരെ അങ്ങ് തിരികെ വരുത്തണം. ഇവരുടെ കുടുംബങ്ങൾക്കകത്തേക്ക് കടന്നു വന്ന് ഈ ധലമാഷേക്കനെ ഭർത്താവ് എന്ന സ്ഥാനത്തെ, ഭാര്യ എന്ന സ്ഥാനത്തെ കവർന്നു കളഞ്ഞ ദുഷ്ടപരീക്ഷകളെ പുറത്താക്കി ഇവരുടെ സ്ഥാനത്തെ സ്വർഗം അങ്ങ് ഉറപ്പിക്കണമേ. തലമുറകളുടെ ജീവിതത്തിലേക്ക് പടന്നു കയറി മദ്യത്തിലും മയക്കുമരുന്നുകളിലും ലഹരികളിലും അവരെ ബന്ധിച്ച് മക്കളെന്ന് അവരുടെ സ്ഥാനത്തെ നഷ്ടപ്പെടുത്തി കളഞ്ഞ ഷാബാറി ധലമാഷേഖനെ ആ വെല്ലുവിളിയെ സ്വർഗം അങ്ങ് അഴിക്കണമേ. കർത്താവേ, യേശുവേ, അങ്ങ് കൂടിയിരിക്കണമേ. അപ്പോൾ ഇവരുടെ സന്തോഷങ്ങളെ കവർന്നു കളയുവാൻ കടന്നു വരുന്ന ശത്രുവിൻ്റെ സകല പദ്ധതികളെയും സ്വർഗം അങ്ങ് തകർക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവെ. ബാധ്യതകളിൽപ്പെടുത്തുന്ന, കടഭാരങ്ങളിൽ തലകുനിയിപ്പിക്കുന്ന എല്ലാ വെല്ലുവിളികളും അഴിഞ്ഞു മാറട്ടെ. അപ്പോൾ ആ രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ആശ്വാസവും സൗഖ്യവും അയക്കണമേ. ഇപ്പോൾ യേശുവിൻ നാമത്തിൽ എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ. ദീർഘനാളുകളായി തുടരുന്ന വേദനിപ്പിക്കുന്ന രോഗങ്ങളുമായി ഭാരപ്പെടുന്നവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. എല്ലാ വേദനകളും അവസാനിക്കട്ടെ. ഡിപ്രഷനുകൾ മാറിപ്പോകട്ടെ. മെൻ്റൽ സ്റ്റെബിലിറ്റി ഉണ്ടാകട്ടെ. റാധാലമാഷേക്കനെ കോൺസെൻട്രേറ്റ് ചെയ്യുവാൻ കഴിയാത്ത വിധത്തിൽ ഭാരപ്പെട്ടായിരിക്കുന്നവർ സ്വർഗം അങ്ങ് പ്രവർത്തിക്കണമേ. ദൈവിക സമാധാനം നൽകി മാനിക്കണമേ. എല്ലാ നിരാശകളും തകർച്ചകളും പണിതുയർത്തപ്പെട്ട ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ. ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ചേർന്ന് വരട്ടെ. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ. മക്കളുടെ വിദ്യാഭ്യാസം, ഭാവി ജീവിതം അനുഗ്രഹമായി തീരട്ടെ. വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഭാവികൾ ഒരുക്കപ്പെടട്ടെ. വിദേശ രാജ്യങ്ങളിൽ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി വഴികളെ തുറക്കണമേ. വിസകൾ വരട്ടെ. വിസകൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ. PR ലഭിക്കട്ടെ. വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ. IELTS, OET, MOH, പ്രോമെട്രിക് എക്സാമുകൾ എഴുതുവാൻ ആഗ്രഹിക്കുന്നവർ, എഴുതിയവർ നല്ല റിസൾട്ടുകളെ നൽകി മാനിക്കണമേ. എല്ലാ ബാധ്യതകളും മാറട്ടെ. കടഭാരങ്ങൾ തീരട്ടെ. പലിശക്കടങ്ങളും ജപ്തി നോട്ടീസുകളും മാറിപ്പോകട്ടെ. ജപ്തി നടപടികളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. സ്വദേശത്ത് വിദേശത്ത് ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഓ ഷബാറി ധലമാഷേഖനെ ഇവരുടെ അത്ഭുതത്തിൻ്റെ ദൈവപ്രവൃത്തിയുടെ ദിവസമായി തീരട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. വലിയ സാക്ഷ്യത്തിനായിരിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. അറിയിക്കുക മാത്രമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രഷർ ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുക. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് പ്രാപിക്കാം, ഒരുമിച്ചും മുന്നേറാം. നാളെ പകലും ദൈവം വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രഷർ ഫാമിലിയുടെ പ്രഭാതമല്ലേ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.